താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. സമരസമിതി പ്രവർത്തകനായ ചുണ്ടക്കുന്ന് സ്വദേശി ബാവൻകുട്ടിയും കൂടത്തായി ആലപ്പുഴ സ്വദേശി AP റഷീദുമാണ് കസ്റ്റഡിയിലായത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, എപ്പോഴാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്? ഈ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് 2 തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ അന്വേഷണം ഏത് രീതിയിലാണ്? മാധുസജി, ഇന്ന് ഉച്ചയോടെ 2 മണിയോട് കൂടിയാണ് ഈ ആം ആദ്മി പ്രവർത്തകനും സമരസമിതിയിലുമുള്ള ബാവൻകുട്ടി എന്ന് പറയുന്ന ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഒരാൾ കൂടെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലപ്പുഴ സ്വദേശി, കൂടത്തായി ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള AP റഷീദിനെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർ 2 പേരും താമരശ്ശേരി നഗരത്തിലുള്ള സമയത്താണ് ഇവരെ നിരീക്ഷിച്ച് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മറ്റൊരു ഭിന്നശേഷിക്കാരൻ അയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് അയാളെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 2 പേരാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുള്ളത്. അവരെ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ ഇവരൊന്നും അങ്ങനെ പ്രധാന പ്രതിപട്ടികയിലുള്ള പേരുകളല്ല. പ്രധാന പ്രതിപട്ടികയിലുള്ള DYFIയുടെ നേതാവ് അടക്കമുള്ള മെഹറൂഫ് അടക്കമുള്ളവർ ഇപ്പോൾ ഒളിവിലാണ്. അവരെയൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം ഈ കരിമാലക്കുന്നിലെ വീടുകളിൽ, ആ പ്രദേശത്തെ വീടുകളിലടക്കം വ്യാപകമായ റെയ്ഡ് പോലീസ് നടത്തിയിരുന്നു. പക്ഷെ ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിലെ അംഗങ്ങളുടെയൊക്കെ പേരടക്കമുള്ള വിവരങ്ങളാണ് പോലീസ് അവിടെ നിന്ന് ശേഖരിച്ച് തിരിച്ചു പോയത്. പക്ഷേ ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ തന്നെ ഇന്നുകൂടെ ഒരു പുതിയ FIR ഇട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ ആകെ FIRകളുടെ എണ്ണം 8 FIRകൾ ഇപ്പോൾ പോലീസ് ഈ സംഭവവുമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനത്തെ FIR എന്ന് പറയുന്നത് ഈ ഫ്രഷ് കട്ട് സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ ഉണ്ടായിരുന്നു. ആ ജീവനക്കാരൻ ഈ സംഘർഷത്തിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. ആ പരിക്കു പറ്റിയതിനെ തുടർന്ന് അദ്ദേഹം കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ 200ഓളം പേർക്കെതിരെ 200ഓളം ആളുകളെ പ്രതിയാക്കിക്കൊണ്ട്, കണ്ടാലറിയാവുന്ന 200ഓളം ആളുകളെ പ്രതിയാക്കിക്കൊണ്ട് ഒരു FIR കൂടെ ഇട്ടിരിക്കുന്നത്. ഈ ജീവനക്കാരൻ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് കഴിയുന്നത്. കേസിന്റെ അന്വേഷണവും ഇവരുടെ നിരീക്ഷണവും അന്വേഷണവും ഒക്കെ ഈ രീതിയിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് ഇത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൂടെ ഈ സംഘർഷത്തെ രാഷ്ട്രീയ കക്ഷികൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബ് ഉൾപ്പെടെ DYFI ഉൾപ്പെടെയുള്ളവർ ഇന്ന് STPI ആണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്. അതല്ലാതെ സമരസമിതിയിലെ സാധാരണക്കാരായ ജനങ്ങളല്ല. STPI അവിടെ നുഴഞ്ഞു കയറി അവിടെ സംഘർഷമുണ്ടാക്കിയെന്ന ആരോപണത്തിലാണ് CPM നിൽക്കുന്നത്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും സമരസമിതിയിലെ ആളുകൾ പൂർണ്ണമായിട്ടും അതിനെ തള്ളിയിട്ടുണ്ട്. അങ്ങനെ STPI മാത്രം അവിടെ വന്ന് ഒരു ചിത്രശക്തിയായി പ്രവർത്തിക്കുകയോ നുഴഞ്ഞു കയറുകയോ ചെയ്തിട്ടില്ല. അത് ജനകീയമായ സമരമാണ്. അതിലെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവിധ കക്ഷികളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് സമരസമിതിയുടെ നിലപാട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഇതിൽ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും MK മുനീർ MLA ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അവിടെ DIG യതീഷ് ചന്ദ്ര ഉൾപ്പെടെയുള്ളവർ ആ ഫ്രഷ് കട്ടിലെ മുതലാളിമാർക്ക് വേണ്ടി സംസാരിക്കുന്നു, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. ഈ രീതിയിൽ അത് രാഷ്ട്രീയ വിവാദമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം DYFIയുടെ നേതാവായിട്ടുള്ള മെഹറൂഫ് അവിടെ 1-ാം പ്രതിയാണ്. മെഹറൂഫ് അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവിടെ അനുരഞ്ജനത്തിന് ശ്രമിച്ചയാളാണ് മെഹറൂഫ് എന്ന് DYFIയും പറയുന്നുണ്ട്. ഈ രീതിയിൽ അതിനെ രാഷ്ട്രീയമായ വിവാദത്തിലേക്ക് കൂടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അപ്പോഴും ഈ ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ഈ സ്ഥാപന ഉടമകൾ ഇപ്പോൾ നിലകൊള്ളുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഫ്രഷ് കട്ട് സ്ഥാപനം തുറന്നേക്കുമെന്ന ഒരു കാര്യം കൂടെ ഉടമകൾ ഇന്നലെയും പറഞ്ഞിരുന്നു. ആ ജനങ്ങളുടെ ദുരിതം അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ജനങ്ങളുടെ ദുരിതം അതേപടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. വിവരങ്ങൾ നൽകിയത്. ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്.